ഹായ് ഹലോ നമസ്കാരം. സജീന വ്ലോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പം തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് രാവിലെ ഞാൻ രേണുസുധിയുടെ അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വേറെ ചില തിരക്കുകളിലൊക്കെ നിൽക്കുകയായിരുന്നു. അപ്പം അച്ഛൻ എന്നോട് പറഞ്ഞു രേണുസുധി ഹോസ്പിറ്റലിൽ പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നെന്ന് പറഞ്ഞു. പക്ഷേ വിശദമായിട്ട് അത് എന്തിനാണ് ഏതിനാണ് എന്ന് ഞാൻ ചോദിച്ചില്ല. കാരണം എനിക്കും ചെറിയൊരു തിരക്കുണ്ടായിരുന്നു. അപ്പം നമുക്ക് നമ്മുടേതായ കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനെ ഒരു തിരക്കിലായിപ്പോയി. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ഇതേ കണക്ക് 2 പ്രാവശ്യം രേണുവിൻ്റെ ചേച്ചി എന്നെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ആ സമയങ്ങളിൽ. ഇപ്പം കുറച്ച് ഒരു അരമണിക്കൂറിന് മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു, രേണുസുധിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അത് സീരിയസ് ആയിട്ട് വല്ല പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ അറിഞ്ഞില്ല, ഞാനൊരു വർക്കിലാണ്. പിന്നെ 2 പ്രാവശ്യം എന്നെ രമ്യ വിളിച്ചിട്ടുണ്ടായിരുന്നു, അത് എന്താണെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ ആ ഫ്രണ്ടിൻ്റെ അടുത്ത് വേറൊരു ഫ്രണ്ട് പറഞ്ഞെന്ന് ഇതേ കണക്ക് ഏതാണ്ട് ഒരു ചെറിയ രീതിയിൽ ഏതാണ്ട് സീരിയസ് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞെന്ന്. അന്നേരം ഞാൻ ഉടനെ തന്നെ രമ്യയെ വിളിച്ചപ്പോൾ രമ്യ ഫോൺ എടുത്തു. അപ്പോഴാണ് സത്യാവസ്ഥ അറിയുന്നത്. പക്ഷെ രാവിലെ തന്നെ ഈ രേണുവിൻ്റെ അച്ഛനെ വിളിച്ചപ്പം ഇന്ന കാര്യത്തിനാണ് എന്നൊന്നും പറഞ്ഞില്ല, ഞാൻ ചോദിച്ചില്ല. അപ്പം ഇപ്പം രേണുവിൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞത്, അപ്പം രേണുവിനെ രാവിലെ പിന്നെ ഹോസ്പിറ്റലിൽ ചെന്ന് അത് രാവിലെ ICUവിൽ അഡ്മിറ്റ് ചെയ്തെന്ന്. അതായത് അപ്പം എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഒരു തരത്തിലും ഒരു ഭയങ്കരമായിട്ടുള്ള വേദനയും പിന്നെ വൊമിറ്റിങ്ങും ലൂസ് മോഷനും അതൊക്കെ വാഴത്തണ്ട് കണക്ക് കളന്നങ്ങ് പോകുന്നത്. സംസാരിക്കാനൊന്നും പറ്റുന്നില്ല, നാക്കൊക്കെ കുഴഞ്ഞ് വരുന്ന ആ ഒരു വല്ലാത്ത അവസ്ഥയെന്ന് എന്ന് പറഞ്ഞാൽ ഈ ആരോഗ്യമില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ കീമോ കഴിഞ്ഞാൽ പിന്നെ ആ വേദന താങ്ങാനുള്ളത് ആ ഒരു പവർ നമ്മുടെ ശരീരത്തിനുണ്ടെങ്കിലല്ലേ നമുക്ക് താങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പം ആ ഒരു ഇതിൽ ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്ന ഉടനെ അവളെ ICUവിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ്. ഇതുവരെയും ഡിസ്ചാർജ് ചെയ്തിട്ടില്ല. ഇപ്പം ഈ നിമിഷം വരെയും ഡിസ്ചാർജ് ചെയ്തിട്ടില്ല. അപ്പം 2 ദിവസം അവിടെ കിടക്കണമെന്നാണ് പറഞ്ഞതെന്നാണ് രേണുവിൻ്റെ ചേച്ചി പറഞ്ഞത്. അപ്പം ഇത് എൻ്റെ അടുത്ത് വിളിച്ച് ഇത് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ, അവൾക്ക് ഇപ്പം എന്നെ കാണുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, അപ്പം നിങ്ങളിലേക്ക് ഞാൻ ഈ ഒരു വാർത്ത എത്തിച്ചിട്ട് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പം ആദ്യമേ തന്നെ ഞാനൊരു പോസ്റ്റ് ഇട്ട്, നമ്മളൊരു വീഡിയോ ഇടുന്നതിന് മുന്നേ ആ പോസ്റ്റ് കാണുന്നവർ കണ്ട്, ഇപ്പം തന്നെ ഞാൻ ഇട്ട പോസ്റ്റിന് താഴെ ഒരുപാട് കമൻറ്റ് വന്നു, ദൈവമേ അവൾക്കൊന്നും വരുത്തരുത്, പെട്ടെന്ന് സുഖമായി വരട്ടെ. ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത്രയും പ്രാർത്ഥന ആ ഒരു കമൻറ്റിനകത്ത് വന്നു. ചിലർ പറയുന്നു സജീന ഇങ്ങനെ ഇട്ടിട്ടങ്ങ് പോയ സജീന റീച്ചിന് വേണ്ടി ചെയ്യുവാണെന്ന്. ഇപ്പോഴും അങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നവർ അങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരുന്നാൽ മതി. എനിക്കതിൽ യാതൊരുവിധ പരിഭവവും ഇല്ല. കാരണം നമ്മൾ അറിയുന്ന സത്യങ്ങൾ മാത്രമാണ് ഇന്ന് ഈ നിമിഷം വരെ നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചിട്ടുള്ളത്. ഒരു സംഗതി പോലും ഞാനൊരു ഇമാജിനേഷൻ ചെയ്ത് ഞാൻ ഒരു വീഡിയോ പോലും ഇന്ന് വരെ ഇട്ടിട്ടില്ല. വേണ്ട എന്ന് തോന്നുന്നത് റിജക്ട് ചെയ്ത് കളഞ്ഞിട്ടേ ഉള്ളൂ. പ്രതികരിക്കേണ്ടുന്നത് അത് രേണുസുധിയുടെ ആയാൽ പോലും പ്രതികരിക്കേണ്ടുന്ന വീഡിയോകളെടുത്ത് ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് ആ ചേച്ചിക്ക് പറയാനുള്ളത് തന്നെ എനിക്ക് പറയാനുള്ളത്. കാരണം ഹെൽത്ത് ബേസ് വളരെ വീക്കാണ് രേണുസുധി. അത് വളരെ വ്യക്തമായിട്ട് നേരിട്ട് അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. അപ്പോൾ ആ ഒരു ഫുഡിൻ്റെ ആ ഒരു നിയന്ത്രണം ഒന്നും അങ്ങനെ ഒരു ഇതില്ല. ആ ഫുഡ് കഴിക്കണം എന്നുള്ള ഒരു ചിന്ത പോലും ആരോഗ്യമുള്ള സമയത്തേ ഇല്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു കീമോ ഒക്കെ കഴിഞ്ഞിരിക്കുമ്പോഴത്തേക്ക് ഫുഡിനോട് വെറുപ്പും ഒക്കെ തോന്നാം, സ്വാഭാവികം. പക്ഷെ അത് താങ്ങാൻ നമ്മുടെ ശരീരത്തിന് കട്സ് വേണ്ടേ? ആ ഒരു പവർ ഇല്ലെങ്കിൽ ഇത് മൊത്തം മനസ്സിന് കട്ടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ശരീരം കൂടി താങ്ങാനുള്ള ശക്തി നമുക്കുണ്ടാവണം. എങ്കിൽ മാത്രമേ ഈ ഒരു സിറ്റുവേഷൻ അതിജീവിച്ച് രേണുവിന് പഴയതുപോലെ നമ്മളിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്നത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. ഇത് കാണുന്നവരും കേൾക്കുന്നവരും ദൈവത്തെ ഓർത്ത് അവർക്ക് വേണ്ടി മനസ്സുരുക്കി ഒന്ന് പ്രാർത്ഥിക്കണം. ഇപ്പം ഇതിൻ്റെതായ കമൻറ്റ് വേണം, രേണുസുധി മാത്രമേ ഉള്ളൂ ഇങ്ങനെ അസുഖം വന്ന് കിടക്കുന്ന, വേറെ എത്രയോ ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. അങ്ങനെ ആരും ഇല്ല എന്ന് ഞാൻ എവിടെയും പറയുന്നില്ല. പക്ഷെ നമ്മളിൽ അറിയാവുന്നവർക്ക് വേണ്ടിയില്ലേ നമുക്ക് പറയാൻ പറ്റൂ. അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവത്തെ ഓർത്ത് അവളുടെ ആ ഒരു ഫിസിക്കലായിട്ടുള്ള ആ ഒരു എനർജി കിട്ടാൻ വേണ്ടിയിട്ടും അവളുടെ ഈ അവസ്ഥയ്ക്ക് അവൾ തരണം ചെയ്യാൻ ഒരു കട്സുമാവ് കൊടുക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ അവസരത്തിൽ നമുക്കത് മാത്രമേ പറയാൻ പറ്റൂ. രേണുസുധിയുടെ ചേച്ചിയും ആവശ്യപ്പെട്ടത് അത് മാത്രമാണ്. കാരണം സജീനായി അറിയുന്ന എന്നിൽ അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. ഒന്ന് ചേച്ചി ഒരു വീഡിയോയോ ഒരു ഇതോ അവരെ ഒന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥന അത് മാത്രം മതി എന്നാണ് പറഞ്ഞത്. അത് ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പം അവർ പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ അവൾക്കുള്ള പ്രാർത്ഥന എന്നും എപ്പോഴും ഉണ്ടായിരിക്കും. അതിന് യാതൊരുവിധ സംശയവുമില്ല. പിന്നെ ഇടയ്ക്ക് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അത് അങ്ങനെ ഫ്രണ്ട്സ് ആയാലും പിന്നെ റിലേറ്റീവ് ആയാലും ഫാമിലി ആയാൽ തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും സംസാരമൊക്കെ ഉണ്ടാവും. അത് വേറൊരു വഴിക്ക് നടക്കും. ഹൃദയത്തിനകത്ത് ഫ്രണ്ട് എന്നും പറഞ്ഞ് ഞാൻ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ മരണം വരെ അങ്ങനെ തന്നെ കാണുകയും ചെയ്യും. പിന്നെ നമുക്ക് ദഹിക്കാത്ത എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യും. അതിന് യാതൊരുവിധ സംശയമില്ല. ഇപ്പോൾ നമുക്കതെല്ലാം അങ്ങോട്ട് മാറ്റി വയ്ക്കാം. രേണുസുധിയുടെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് കടന്ന് ICUവിൽ നിന്ന് ഡിസ്ചാർജ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് കൊടുക്കും. അത് മാത്രം പറയാനാണ് ഞാനിപ്പോൾ വന്നത്. അപ്പോൾ താങ്ക് യു.